തൃശ്ശൂർ പൂരം ആരംഭിച്ചിട്ട് ഏതാണ്ട് 230 വർഷത്തോളം ആവാൻ പോകുന്നു. ശക്തൻ തമ്പുരാൻ തുടങ്ങിവെച്ച തൃശ്ശൂർ പൂരത്തിനെക്കുറിച്ച് പ്രചാരത്തിലുള്ള ഒരു കഥ എങ്ങനെയാണ്? ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് കേരളത്തിൽ ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറ്റവും പ്രശസ്തമായിരുന്നത്. അന്ന് ആറാട്ടുപുഴ പൂരത്തിന് പല ദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും എഴുന്നള്ളിപ്പുകൾ എത്തുമായിരുന്നു. 1796 പൂരത്തിന് ശക്തമായ കാറ്റും മഴയും മൂലം പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പൂക്കാവ് തുടങ്ങിയ തൃശ്ശൂർ ദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലെ സംഘങ്ങൾക്ക് ആറാട്ടുപുഴയിലേക്ക് എത്താൻ സാധിച്ചില്ല. പൂരത്തിനെത്താതിരുന്നതുകൊണ്ട് ആറാട്ടുപുഴയിലെ പ്രമാണിമാർ ഈ സംഘങ്ങൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചു അത്രേ. അന്ന് ശക്തൻ തമ്പുരാൻ ഭരിച്ചുകൊണ്ടിരുന്ന കാലമാണ്. ഈ സംഭവമറിഞ്ഞ് കോവിഷ്ഠനായ തമ്പുരാൻ വടക്കുന്നാഥനെ ആസ്ഥാനമാക്കി അടുത്ത വർഷം തന്നെ തൃശ്ശൂർ പൂരം ആരംഭിക്കുകയും ചെയ്തു. തൃശ്ശൂർ പൂരവുമായി ബന്ധിച്ച് മറ്റു ചില കഥകൾ കൂടിയുണ്ട്. മറ്റൊരു കഥയനുസരിച്ച് തൃശ്ശൂർ നഗരം ഇന്നത്തെ രീതിയിൽ വടക്കുന്നാഥന് ചുറ്റുമായി നിർമ്മിച്ചതിന് ശേഷം നഗരത്തിന് സ്വന്തമായി ഒരു ഉത്സവം വേണമെന്ന് ശക്തൻ തമ്പുരാന് തോന്നിയെന്നും ദേവപ്രശ്നം വയ്പ്പിച്ചപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഏർപ്പാടാക്കണം എന്നും കണ്ടുവത്രേ. ആ കാലത്ത് ഭരണവും ഖജനാവുമെല്ലാം ക്ഷേത്രകേന്ദ്രീകൃതമായിരുന്നു. തൃശ്ശിവപേരൂരിനെ 2 വിഭാഗങ്ങളാക്കി പാറമേക്കാവിൻ്റെ കീഴിൽ 5 ദേശങ്ങളും തിരുവമ്പാടിയുടെ കീഴിൽ 3 ദേശങ്ങളുമായി വിഭജിച്ചായിരുന്നു അത്രേ ഭരണം നടന്നിരുന്നത്. അതായത് ദേവസ്വങ്ങളായിരുന്നു ഭരണസിരാ കേന്ദ്രങ്ങൾ. അങ്ങനെ ദേവപ്രശ്നത്തിലെ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണത്രേ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളെ വെച്ച് തൃശ്ശൂർ പൂരം തുടങ്ങിയത് എന്നും പറയുന്നു. മീനമാസത്തിൽ ആറാട്ടുപുഴ പൂരം ഉള്ളതുകൊണ്ട് വാദ്യക്കാരെയും ആനകളെയും ഒക്കെ കിട്ടുന്നതിനുള്ള എളുപ്പത്തിനായി മേടമാസത്തിൽ തീയതി നിശ്ചയിച്ച് പൂരം തുടങ്ങി. തുടർന്നുള്ള വർഷങ്ങളിൽ ആറാട്ടുപുഴക്കാരുമായി പിണങ്ങി നിന്നിരുന്ന ചെറുപൂരങ്ങൾ ഓരോന്നായി വന്നു ചേർന്നു എന്നും പറയപ്പെടുന്നു. പൂരത്തിൻ്റെ ചടങ്ങുകളും ആ സമയത്ത് തമ്പുരാൻ തന്നെ കൽപ്പിച്ചിരുന്നു. ഐതിഹ്യമാലയിൽ കൽപ്പനയെപ്പറ്റി പറയുന്നുണ്ട്. ഇവിടെ ആണ്ടുതോറും മേടമാസത്തിൽ പൂരം ഒരു ആഘോഷമായി കൊണ്ടാടണം. അതിന് നാട്ടുകാർ തിരുവമ്പാടി, പാറമേക്കാവ് എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി പിരിഞ്ഞ് സംഘം ചേർന്നുകൊണ്ട് അത് നടത്തണം. അന്ന് സമീപ പ്രദേശങ്ങളിലുള്ള ഭഗവതിമാരെയും ശാസ്താവ് മുതലായ ദേവന്മാരെയും എഴുന്നള്ളിച്ച് വടക്കുന്നാഥ സന്നിധിയിലേക്ക് കൊണ്ടുവരണം. അവയിൽ തിരുവമ്പാടിയിൽ നിന്നും പാറമേക്കാവിൽ നിന്നുമുള്ള എഴുന്നള്ളിപ്പുകൾ ഏറ്റവും പ്രധാനമായിരിക്കണം. ഇതിലേക്ക് വേണ്ടുന്ന പണം ജനങ്ങൾ തന്നെ വീതിച്ച് ചെലവ് ചെയ്യുകയും വേണം. പിന്നെ അതിനു വേണ്ടുന്ന സഹായങ്ങളെല്ലാം നാം ചെയ്തു തരികയും ചെയ്യാം. ഇതായിരുന്നു ആ കൽപ്പന. എഴുന്നള്ളത്ത് സംബന്ധിച്ചും മറ്റും വേണ്ടുന്ന മുറകളും ചടങ്ങുകളുമൊക്കെ അദ്ദേഹം തന്നെ പ്രത്യേകം കൽപ്പിക്കുകയും ചെയ്തിരുന്നു. പൂരം തുടങ്ങി വെച്ച കാലം മുതൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലം മുഴുവനും പൂരത്തിനും എഴുന്നള്ളിയിരുന്നു അത്രേ. പൂരം തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും 2 വിഭാഗങ്ങളും തമ്മിലുള്ള മത്സരവും സംഘർഷങ്ങളുമൊക്കെ രൂക്ഷമായ അവസ്ഥയിലായി. അങ്ങനെ സർക്കാർ ഇടപെട്ടാണ് പൂരത്തിന് ഇന്നുള്ള പല നിബന്ധനകളും നിലവിൽ വന്നത്.